പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ മന്ത്രി എം പി രാജേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച പ്രതിഷേധം. കയ്യിൽ കുടവുമായി മഹിളാ മോർച്ച പ്രവർത്തകർ എം പി രാജേഷിന്റെ കാടാങ്കോട്ടെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. പോലീസുകാരുടെ നേർക്ക് പ്രവർത്തകർ പ്ലാസ്റ്റിക് കുടങ്ങൾ വലിച്ചെറിഞ്ഞു. പോലീസും മഹിളാ പ്രവർത്തകരും നേരിയ തർക്കമുണ്ടായി. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കുടിവെള്ളത്തിനു പകരം വിഷം വിതരണം ചെയ്യാനാണ് മന്ത്രിയുടെ ശ്രമമെന്ന് നിവേദിത സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഇവിടുത്തെ അമ്മമാരുടെയും കുട്ടികളുടെയും സംരക്ഷണം ഏറ്റെടുക്കേണ്ടവർ, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നൽകേണ്ടവർ, അവർ അതിൽ നിന്ന് പിന്മാറുമ്പോൾ അവരുടെ ഉത്തരവാദിത്തത്തെ ഓർമ്മപ്പെടുത്തുവാൻ ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ടുള്ള കൂട്ടായ്മകള്, സ്ത്രീകളുടെ മുന്നേറ്റം എക്കാലവും ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിലും ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ശ്രീമാൻ എം പി രാജേഷിന്റെയും ഈ ശ്രീമാൻ പിണറായി വിജയന്റെയും സഖ്യം ഇവിടെ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ ഇവിടുത്തെ സാധാരണക്കാര് തീർത്തും നിരാശ്രയമുള്ള ഒരു അവസ്ഥയിലേക്ക്, അശരണമാക്കുള്ള അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണെങ്കിൽ അധികാര ദുർവിനിയോഗം നടത്തുവാനുള്ള സൗകര്യത്തിൽ വിടുമെന്ന് നിങ്ങളാരും കരുതണ്ട. ഇനിയുള്ള കാലം പ്രതിഷേധങ്ങളുടേതായിരിക്കും, ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുടെ ആയിരിക്കും. അടിച്ചൊതുക്കി ഒരു ഭാഗത്തിരുത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുന്നു എന്നുള്ള ധാർഷ്ട്യമാണ് നിങ്ങൾക്കെങ്കിൽ യഥാർത്ഥ ചിത്രം പുറത്തു വരാനേ ഉള്ളൂ. പിക്ചർ അഭി തോ ബാക്കി ഹേ. നിങ്ങൾ സമയത്തിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ അടിച്ചൊതുക്കുവാനുള്ളതല്ല ഈ നാരീശക്തി എന്നും ഈ ഭാരതീയ ജനതാ പാർട്ടി എന്നും വരും ദിവസങ്ങളിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയേ മതിയാകൂ. മോർച്ച ജില്ലാ പ്രസിഡന്റ് പി സത്യഭാമ അധ്യക്ഷയായി. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ്, മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അശ്വതി മണികണ്ഠൻ, പി വേണുഗോപാൽ, എ കെ ഓമനക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു.